ഓക്കെ, നമ്മൾ അവസാനത്തെ ചാപ്റ്ററാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2. ഇവിടെ നമ്മൾ തിയറി പാർട്ടുകൾ മാത്രമേ നമ്മൾ എന്താണെന്നുള്ളൂ പറയുന്നുള്ളൂ. പ്രോബ്ലം നമ്മൾ ഓരോരോ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇൻകം റിസീവബിൾ നമുക്ക് കിട്ടാനുള്ള, ഇവിടെ റിസീവ്ഡ് എന്നല്ല കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട സാധനം. റിസീവ്ഡ് എന്നല്ല, റിസീവബിൾ എന്നാണ്. കിട്ടാനുള്ളത് അത് ഏതിലാണ് പെടുക? അസറ്റ്, ലയബിലിറ്റി, പ്രോഫിറ്റ്, ലോസ്. കിട്ടാനുള്ളതെന്ന് പറയുമ്പോൾ അതെന്താണ്? അസറ്റാണ്. കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ അതെന്താണ്? ലയബിലിറ്റിയാണ്. കിട്ടിയതെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇൻകം ആണ്. കൊടുത്തതെന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്സ്പെൻസ് ആണ്. അത് മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ചോദ്യം, ഇഫ് ദ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ RS 5,000, 5000 എന്താക്കി നമ്മൾ കൊടുത്തു, 5000 നമ്മൾ സാലറി കൊടുത്തു. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 2000 കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് നമുക്ക് രേഖപ്പെടുത്താനുണ്ടാവുക? 5000 കൊടുത്തു, 2000 കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എത്രയാണ് രേഖപ്പെടുത്തുക? 3000, 5000, 2000, 7000 ആണ് ഉത്തരം വരിക. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വർഷത്തെ തന്നെയാണ് പക്ഷേ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ മാസത്തെ തന്നെയാണ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഏതിൻ്റെ കണക്ക് തന്നെ വരണം? ഈ മാസത്തിൻ്റെ കണക്കിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ കണക്കിൽ തന്നെ വരണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്, ട്രേഡിംഗ് അക്കൗണ്ടിന് പ്രത്യേകത, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഈ വർഷത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ രേഖപ്പെടുത്തും, കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും. അതായത് കൊടുത്തതും കൊടുക്കാനുള്ളതും, കിട്ടിയതും കിട്ടാനുള്ളതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അങ്ങനെ തന്നെ, കൊടുത്തതും കൊടുക്കാനുള്ളതും കിട്ടിയതും കിട്ടാനുള്ളതും ഒക്കെ നമ്മൾ അതിലാണ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? 5000 കഴിഞ്ഞ വർഷത്തെ സാലറി കൊടുത്തിട്ടുണ്ട്, ഇനി 2000 കൊടുക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സാലറിയിൽ നമ്മൾ എത്ര രേഖപ്പെടുത്തേണ്ടത്? 7000 എന്താക്കണം? രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി ഔട്ട്സ്റ്റാൻഡിങ് സാലറി അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി വെച്ചാൽ നമ്മൾ കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അസറ്റാണോ? അല്ല. പിന്നെന്താണ്? അതൊരു ലയബിലിറ്റിയാണ്. അത് കൊടുത്താൽ അത് എന്തായി മാറും? എക്സ്പെൻസായി മാറും കേട്ടോ. പക്ഷേ ഇവിടെ എക്സ്പെൻസ് അല്ല, കൊടുക്കാനുള്ളതല്ലേ. കൊടുക്കാനുള്ളതിന് നമ്മൾ എന്തെന്ന് പറയുക? ലയബിലിറ്റി എന്നാണ് പറയാം. ഇനി അടുത്ത് നോക്കുക, പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുൻകൂട്ടി അടക്കുക എന്നാണ് അർത്ഥം. മുൻകൂട്ടി അടക്കുക. ഇൻഷുർ നമ്മൾ മുൻകൂട്ടി അടച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണോ? അല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത്രയും പൈസ അവരുടെ കയ്യിലുണ്ട്. അത് അവരുടെ പൈസയായി മാറിയപ്പോഴാണ് നമ്മളതിൻ്റെ ഉപകാരം എടുക്കുമ്പോൾ. അത് നമ്മൾ ഉപകാരപ്പെടുത്തണോ? ഇല്ല. അടുത്ത വർഷത്തേക്കുള്ള പൈസ നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ? നമ്മളെ പൈസ വേറൊരാളെ കയ്യിലിരിക്കുമ്പം അതെന്താണ്? അസറ്റാണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് RS. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 1000 രൂപ എന്താക്കി? ഇൻഷുറൻസ് കൊടുത്തു. ഓക്കെ, അതിൽ ആ കൊടുത്തതിൽ പ്രീപെയ്ഡ് എത്ര ഉണ്ട്? 300 ഉണ്ട്. 1000 രൂപ കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്തതിൽ തന്നെ 300 എന്താണ്? പ്രീപെയ്ഡ് ആണ്. അപ്പോൾ ഈ മാസത്തേക്കുള്ളത് എത്ര മാത്രമേ ആവുന്നുള്ളൂ? ഈ വർഷത്തേക്ക് എത്ര മാത്രമേ ആവുന്നുള്ളൂ? 700 ആവുന്നുള്ളൂ. ബാക്കി 300 ഏതാണ്? അടുത്ത ടേമിലേക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയാണ് രേഖപ്പെടുത്തേണ്ടത്? ഈ വർഷത്തേത് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുള്ളൂ. ഈ വർഷത്തേക്ക് എത്രയേ വരുന്നതുള്ളൂ? 700 വരുന്നതുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ട്രയൽ ബാലൻസ് നമ്മൾ 2 രൂപത്തിലുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ചിലപ്പോൾ ട്രയൽ ബാലൻസിൽ തരും, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തരും. ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ, ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ ചേർക്കുള്ളൂ. ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് തന്നു കഴിഞ്ഞാൽ, അഡീഷണൽ ഇൻഫർമേഷൻ തരൂലേ, അവിടെയാണ് തന്നു കഴിഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലും ചേർത്തും ബാലൻസ് ഷീറ്റിലും ചേർത്തും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇവിടെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻസൈഡ് ദ ട്രയൽ ബാലൻസ് എന്നാണ് പറഞ്ഞത്. ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടിലും ഉണ്ടാവും കേട്ടോ. അടുത്ത ചോദ്യം, ഇൻഷുറൻസ് പ്രീമിയം ഓഫ് RS 6,000. 6000 രൂപ എന്താക്കി? ഇൻഷുറൻസ് കൊടുത്തു. കൊടുക്കുന്ന എന്നാണ്? 1 ഏപ്രിൽ 2015. ഒരു വർഷത്തേക്കുള്ളതാണ് കൊടുത്തത്. അപ്പോൾ ഏപ്രിലാണ് കൊടുക്കുന്നത്, ഒരു വർഷത്തേക്കുള്ളതാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വർഷം അവസാനിക്കുന്ന എപ്പോഴാണ്? ഡിസംബർ 31-നാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. ചോദ്യം മനസ്സിലായോ? 6000 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 6000 നമ്മൾ കൊടുക്കുന്നത് 1 ഏപ്രിലാണ്. നമ്മൾ വർഷം അവസാനിക്കുന്ന എപ്പോഴാണ്? ഡിസംബർ 31-നാണ്. ഡിസംബർ 31-ന് വർഷം അവസാനിക്കുമ്പം ഏപ്രിൽ 1-ന് കൊടുത്താൽ പിറ്റത്തെ മാർച്ച് 31-ാം തീയതി വരെ എന്തുണ്ട്? അതിൻ്റെ കാലാവധി ഉണ്ട്. പക്ഷേ ഇവിടെ എന്താവുന്നുണ്ട്? ഡിസംബർ 31-ാം തീയതി ഈ വർഷം അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തിൽ മാത്രം എത്രയാണ് ഉണ്ടാവുക എന്ന് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ നമ്മൾ കാണാമെന്ന് വെച്ചാൽ, മൊത്തം നമ്മൾ 6000 കൊടുത്തു. 6000 നമ്മൾ ഒരു വർഷത്തേക്കാണ് കൊടുത്തത്. ഓക്കെ, 6000 ഒരു വർഷത്തേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു.
പക്ഷേ ഇത് 9 മാസത്തേക്കാണ്, 9 മാസത്തേക്ക് ഈ സാധനം എന്താവുന്നുള്ളൂ. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസത്തേക്ക് എന്താവുന്നുള്ളൂ ഈ വർഷത്തിലുള്ളൂ. ബാക്കി എത്ര ഉണ്ടാവുക? 9, 12 അല്ലേ ടോട്ടൽ ഉണ്ടാവുക. 9 + 3 അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ നോക്കുക, 6000 × 9/12 = 4500 ഈ വർഷത്തേത്. ബാക്കി 1500 എന്താണ്? അടുത്ത വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഇൻഷുറൻസ് നമ്മൾ ഏതിലാണ് രേഖപ്പെടുത്തുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ 6000 - 1500 = 4500 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക. എന്നിട്ട് ഈ 1500 നമ്മൾ എവിടെ എഴുതുന്നോ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഭാഗത്ത് ഈ 1500 എഴുതും. കാരണം എന്താ? അത് നമ്മളെ പൈസയാണ്. അവരുടെ പൈസ ആവണമെങ്കിൽ എന്താവണം? അത് അടുത്ത വർഷം ആവണം. ഓക്കെ, അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ സംഭവിക്കാൻ നോക്കുക. നമ്മളെ ബിസിനസ് എന്തുണ്ടെന്നോ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു ചിലവാണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളെന്താക്കും? രേഖപ്പെടുത്തും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്താവും? എത്രയാണോ പൈസ അതവിടെ രേഖപ്പെടുത്തും. ഇനി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ ഉണ്ടാകുക. ആ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൻ്റെ കൂട്ടത്തിൽ എത്രയാണോ ഇൻട്രസ്റ്റ് ബിസിനസ് കൊടുത്തത് ആ പൈസയും കൂടെ എന്താക്കും? അതിലേക്ക് കൂട്ടി എഴുതും. ഇതാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇത് ജേണൽ എൻട്രി പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഡിപ്രിസിയേഷനാണ്. ഫർണിച്ചർ മേൽ ഡിപ്രിസിയേഷൻ സംഭവിച്ചു 2000. അപ്പം ഡാഷ് അക്കൗണ്ട് ഒബ്ജക്റ്റ് ഫർണിച്ചർ, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു ഫർണിച്ചറിനാണ്. ഡിപ്രിസിയേഷൻ അവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു എക്സ്പെൻസാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്പെൻസാണ്, തേയ്മാന ചെലവ് എന്നാണ് ഇനി പറയാം. ഓക്കെ, ഫർണിച്ചർ മേലാണ്. ഫർണിച്ചറിൻ്റെ വാല്യൂ കുറയുന്നതുകൊണ്ടാണ് അത് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതിയിട്ടുള്ളത്. അസറ്റ് എന്താക്കണം? ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറയുന്ന സമയത്ത് കേട്ടോ, കൂടുന്ന സമയത്ത് ഡെബിറ്റ് ഭാഗത്ത് ഉണ്ടാകും. അടുത്ത റെൻ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഡാഷ് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്. റെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസാണ്. അതുകൊണ്ട് നമ്മൾ എന്താക്കി? അത് ഡെബിറ്റ് ഭാഗത്ത് എഴുതി. ഇനി ക്രെഡിറ്റ് ഭാഗത്ത് എഴുതേണ്ട സാധനം എന്താ? റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടില്ല, ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുക. അപ്പം റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, അടുത്തത് ബാലൻസ് ഷീറ്റിൽ താഴെ കാണുന്ന സാധനങ്ങൾ എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തുക? ഒന്ന് അക്രൂഡ് ഇൻട്രസ്റ്റും പിന്നെ ഒന്ന് സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങും ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് പൈസ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എവിടെയാണ് രേഖപ്പെടുത്തുക? ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഭാഗത്താണ്. നമ്മളെ പൈസ വേറൊരാളെ കയ്യിൽ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കാനുള്ള പൈസ ആണ്, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എവിടെ രേഖപ്പെടുത്തുക? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റിയിൽ. അടുത്ത സാധനം, ഇത് ലാബിലിറ്റി അസറ്റായിട്ട് വേർതിരിക്കാനാണ് പറഞ്ഞത്. വേജസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. വേജസ് കൊടുക്കാനായിട്ടുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല, അപ്പോൾ ലാബിലിറ്റിയിലാണ് വരിക. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത മാസത്തെ സാലറിയും കൂടെ ഈ വർഷം കൊടുത്തു. ഓക്കെ, അടുത്ത മാസം പണി എടുത്താലേ അതെന്താവുള്ളൂ? അവൻ്റെ സാലറി ആവുള്ളൂ. അതുവരെ നമ്മളെ സാലറിയാണ്. അപ്പോൾ നമ്മളെ പൈസ വേറൊരാളെ കയ്യിൽ. അപ്പോൾ അതെന്താണ്? അസറ്റാണ്. അടുത്ത റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് സാധാരണ കിട്ടുന്ന റെൻറ്റ് എന്താക്കി? നേരത്തെ കൂടുതൽ പൈസ കിട്ടിയെന്നാണ് പറഞ്ഞത്. അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ കിട്ടി. അത് നമ്മളെ പൈസ ആയിട്ടുണ്ടോ? ഇല്ല. അടുത്ത മാസം കൂടെ അവൻ ആ സാധനം ഉപയോഗിച്ചാലേ എന്താവുള്ളൂ? അത് നമ്മളെ പൈസ ആവുള്ളൂ. അതുവരെ എന്താണ്? അത് അവൻ്റെ പൈസയാണ്. അപ്പോൾ വേറൊരാളുടെ പൈസ നമ്മളെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ലയബിലിറ്റിയാണ്. അടുത്ത കമ്മീഷൻ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നമുക്കുള്ള കമ്മീഷനാണ്, പക്ഷേ എന്തായാലും കമ്മീഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, അതെന്താണ്? അസറ്റാണ്. നമ്മളെ പൈസ വേറൊരാളുടെ കയ്യിൽ അസറ്റാണ്. ഇനി നമ്മളെ പൈസ വേറൊരാളെ കയ്യിലാകുമ്പോൾ അസറ്റാണ്. വേറൊരാളെ പൈസ നമ്മളെ കയ്യിലാകുമ്പോൾ എന്താണ്? അത് ലയബിലിറ്റിയാണ്. അടുത്ത ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്രൂഡിങ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന് അത് ചിലവായിട്ടുണ്ട്, പക്ഷേ ആ പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ പെൻഡിങ് നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുക. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാലോ സ്ഥാപനത്തിൻ്റെ വരുമാനമായി മാറിയിട്ടുണ്ട്, പക്ഷേ എന്തായാലും വരുമാനം കയ്യിൽ കിട്ടിയിട്ടില്ല. വരുമാനമായിട്ടുണ്ട് പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിനാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ നമ്മൾ ലാബിലിറ്റിയിൽ രേഖപ്പെടുത്തും. അതേസമയം അക്രൂഡ് ഇൻകത്തെ നമ്മൾ അസറ്റ് ഭാഗത്താണ് രേഖപ്പെടുത്തുക, ബാലൻസ് ഷീറ്റിൽ കേട്ടോ. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് RS. 50,000 രൂപ ക്യാപിറ്റൽ ഉണ്ട് ട്രയൽ ബാലൻസിൽ. 10% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് ഇതിനെ രേഖപ്പെടുത്തുക എന്നാണ് ചോദ്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് രേഖപ്പെടുത്തുക നോക്കുക. 50,000ൻ്റെ 10% എന്ന് പറയുമ്പം 5,000. അപ്പോൾ നമ്മൾ എന്താക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ഭാഗത്ത് 5,000 എന്ന് രേഖപ്പെടുത്തും. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ 50,000 ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ പ്ലസ് 5,000 ഈ വർഷം കിട്ടിയ ഈ പിന്നെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി 55,000 ആണെന്നുണ്ടാവുക ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നത് എന്താ? ഒരു ട്രയൽ ബാലൻസിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്
സൺട്രി ഡെപ്റ്റേഴ്സ് 32,000, ബാഡപ്റ്റ് 2,000, 35,000 പ്രൊവിഷന്. ഇത്രയും സാധനങ്ങളാണ് ട്രയൽ ബാലൻസ് ഉള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് 1000 ബാഡപ്റ്റ് ഉണ്ട്, 5,000 എന്തുണ്ട്, വീണ്ടും പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മെത്തേഡ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ മെത്തേഡ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓൾറെഡി എന്തുണ്ട്, ഒരു ബാഡപ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാഡപ്റ്റ് പ്ലസ് ഫർദർ ബാഡപ്റ്റ്, ട്രയൽ ബാലൻസിലെ ബാഡപ്റ്റ് പ്ലസ് അഡീഷണൽ ഇൻഫർമേഷനിലെ ബാഡപ്റ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ. ഇങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. ബാഡപ്റ്റ് പ്ലസ് ഫർദർ ബാഡപ്റ്റ് പ്ലസ് ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ, ഇങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്. അതിൽ നിങ്ങൾ ഈ ന്യൂ പ്രൊവിഷൻ്റെ കാണുമ്പം ചെറിയൊരു സാധനം അവിടെ മനസ്സിലാക്കേണ്ടത്, ഫർദർ ബാഡപ്റ്റിൻ്റെ എമൗണ്ട് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചതിൻ്റെ ശേഷമാണ് നിങ്ങൾ എന്താ വേണ്ടത്, ന്യൂ പ്രൊവിഷൻ കാണേണ്ടത്. അത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ചോദ്യം നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ബാഡപ്റ്റ് എത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 2,000 പ്ലസ്, പിന്നെ പറഞ്ഞെന്താ, ഇനി നമുക്ക് ഫർദർ ബാഡപ്റ്റാണ് വേണ്ടത്. ഫർദർ ബാഡപ്റ്റ് എത്ര ഇവിടെ ഉള്ളത്, ഫർദർ ബാഡപ്റ്റ് 1000 പ്ലസ്. ഇനി അടുത്ത വേണ്ടെന്താ, ന്യൂ പ്രൊവിഷനാണ്. ന്യൂ പ്രൊവിഷൻ ഇവിടെ എത്രയാണ് പറഞ്ഞത്, ക്രിയേറ്റ് ഫോർ ഡൗട്ട്, ഇതാണ് ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഓൾഡ് പ്രൊവിഷനാണ് കേട്ടോ, 3500 ഓൾഡ് പ്രൊവിഷനാണ്. അഡീഷണൽ ഇൻഫർമേഷന് ശേഷമുള്ളതാണത് ന്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ന്യൂ പ്രൊവിഷൻ എത്രയാണ്, 5%. ഡെപ്റ്റേഴ്സിൻ്റെ 5%. ഡെപ്റ്റേഴ്സ് ഇവിടെ എത്രയുള്ളത്, 32,000 ഉള്ളത്. പക്ഷേ ഈ 32,000 എന്താ വേണമെന്നോ, ഇത് ഓൾഡാണ്. പുതിയ ഡെപ്റ്റേഴ്സ് എത്രയേ ഉള്ളൂ, ഈ 32,000 നിന്ന് ഒരു ഫർദർ ബാഡപ്റ്റ് നമ്മൾ 1000 കുറച്ച്. അപ്പോൾ ഇനി 31,000 എന്തുള്ളൂ ഇവിടെ ഡെപ്റ്റേഴ്സ് ഉള്ളൂ. ഈ 31,000ൻ്റെ 5% നമ്മൾ കാണേണ്ടത്. അത് 1,550. ഓക്കെ, 31,000 5/100 1550. ഇത് മൂന്നും കൂടെ എന്താക്കണം, നമ്മൾ കൂട്ടണം. ഓക്കെ, 4,550 മൈനസ് ഓൾഡ് പ്രൊവിഷൻ എത്രയുള്ളത്, 3,500. ഓക്കെ, 1,050. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ടാവുക, ചേർക്കാനുണ്ടാവുക. എന്തുണ്ടാകുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചേർക്കാനുണ്ടാവുക. ഈ സാധനങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ, എന്നാലേ വിഷയം മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ ന്യൂ പ്രൊവിഷൻ എങ്ങനെയാണ് കണക്ക് കൂട്ടുക, ഓൾറെഡി ഉള്ള പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് കുറക്കണം, ഫർദർ ബാഡപ്റ്റ് കുറക്കണം. ഫർദർ ബാഡപ്റ്റ് ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട്, ഇപ്പോൾ ഇവിടെ 32,000 ഓൾറെഡി ഉള്ളത്. അതിൽ നിന്ന് ഫർദർ ബാഡപ്റ്റ് 1000 വന്നു, അപ്പോൾ 31,000 ആയി. ഇനി ഈ 31,000ന് 5% അത് ന്യൂ പ്രൊവിഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് മാത്രമേ എന്തുള്ളൂ ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ 1,050 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ വേണ്ടത്, ചേർക്കേണ്ടതുള്ളത്. ഓക്കെ, ഇനി അതുപോലത്തെ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. 38,000 ഡെപ്റ്റേഴ്സ്, ബാഡപ്റ്റ് 2,500 ഉണ്ട്, പ്രൊവിഷൻ 3,000 ഉണ്ട്. ഓക്കെ, 1,500 ഫർദർ ബാഡപ്റ്റ് വന്നിട്ടുണ്ട്, 5% എന്താക്കിയിട്ടുണ്ട്, ന്യൂ പ്രൊവിഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് എന്താക്കണം, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞ നേരത്തെ അതേ മെത്തേഡ് അനുസരിച്ച് ആദ്യം ബാഡപ്റ്റ് വെക്കുക, പ്ലസ് ഫർദർ ബാഡപ്റ്റ് വെക്കുക, പ്ലസ് ന്യൂ പ്രൊവിഷൻ വെക്കുക. ന്യൂ പ്രൊവിഷൻ കണക്കാക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഓർമ്മിച്ച് വെക്കട്ടോ. ഫർദർ ബാഡപ്റ്റ് ഡെപ്റ്റേഴ്സിന് കുറച്ചതിന് ശേഷമാണ് ന്യൂ പ്രൊവിഷൻ കാണേണ്ടത്, മൈനസ് ഓൾഡ് പ്രൊവിഷൻ. ഓക്കെ, ആ കണക്ക് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്യട്ടോ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം.